എൻ്റെ പേര് മിനി. എൻ്റെ വിവാഹം കഴിഞ്ഞിട്ട് കുറച്ച് നാളുകളേ ആകുന്നുള്ളൂ. ആ വീട്ടിൽ മരുമകളായി ചെന്ന് കയറിയ ശേഷം ഞാൻ വല്ലാത്തൊരു ലോകത്തായിരുന്നു. എനിക്കൊരു പ്രണയമുണ്ടായിരുന്നു. അയാൾ എന്നെ തേച്ചിട്ട് പോയി. അവന് വേണ്ടതെല്ലാം ഞാൻ കൊടുത്തിട്ടും അവൻ എന്നെ പരിഗണിച്ചില്ല. എങ്ങനെ ഇരിക്കുമ്പോഴാണ് വീട്ടുകാരുടെ നിർബന്ധത്തിന് വഴങ്ങി ഞാൻ മറ്റൊരു വിവാഹം കഴിക്കാൻ സമ്മതിച്ചത്. എന്നേക്കാൾ പ്രായത്തിൽ അല്പം കൂടുതലാണെങ്കിലും അയാളൊരു ബിസിനസ്സുകാരനായിരുന്നു. അതുകൊണ്ട് വീട്ടുകാർക്ക് വലിയ എതിർപ്പൊന്നും ഉണ്ടായിരുന്നില്ല. ഞാനും നിരാശയിൽ കഴിയുന്നത് കൊണ്ട് പുതിയൊരു ജീവിതത്തെക്കുറിച്ച് വല്ലാതെ സ്വപ്നവും കണ്ടില്ല. അയാളുടെ വീട്ടിൽ അയാളും അയാളുടെ ഒരു മകനുമാണുള്ളത്. കല്യാണം കഴിഞ്ഞ് ഞാൻ ചെന്ന് കയറിയപ്പോൾ മുതൽ ഞാൻ മനസ്സിലാക്കി അച്ഛനും മകനും തമ്മിൽ ചേരില്ലെന്ന്. മകൻ ഒരു അലമ്പ് പയ്യനാണെന്നാണ് അച്ഛൻ്റെ പറച്ചിൽ. പക്ഷേ എനിക്കങ്ങനെ തോന്നിയില്ല. അവൻ പ്രായത്തിനനുസരിച്ചുള്ള കുറുമ്പ് മാത്രമേ കാണിക്കുന്നുള്ളൂ എന്ന് എനിക്ക് തോന്നി. പണത്തിന് കുറവില്ലാത്ത സാമ്രാജ്യത്തിൽ ഒരു റാണിയെ പോലെ ഞാൻ വിലസി. പക്ഷേ എനിക്ക് കിട്ടേണ്ടത് മാത്രം കിട്ടിയിരുന്നില്ല. ബിസിനസ്സുകാരനായതുകൊണ്ട് പല ദിവസങ്ങളിലും വളരെ വൈകിയാണ് അദ്ദേഹം വന്നിരുന്നത്. പലപ്പോഴും ഞാൻ ഉറങ്ങിക്കഴിഞ്ഞാണ് അദ്ദേഹം വരാറുള്ളത്. ഞാൻ എഴുന്നേൽക്കുന്നതിന് മുമ്പ് പോവുകയും ചെയ്യും. മകനാണെങ്കിൽ എന്നോട് ആദ്യമൊന്നും ഒരു താല്പര്യമില്ലാത്ത പോലെയായിരുന്നു. ആകെ കൂടി വീട്ടിൽ കാണാൻ പറ്റുന്നത് അവനെ മാത്രമായിരുന്നു. ഞാൻ മെല്ലെ അവനിലേക്ക് അടുക്കാൻ ശ്രമിച്ചു. അങ്ങനെയിരിക്കെ ഒരു ദിവസം രാത്രി അവൻ കൂട്ടുകാരുമായി പാർട്ടി കഴിഞ്ഞ് വീട്ടിലെത്തി. അല്പം ഡ്രിങ്ക്സ് കഴിച്ചിട്ടുണ്ടായിരുന്നു എന്ന് തോന്നുന്നു. വന്ന് കയറിയ പാടെ അവൻ എന്തൊക്കെയോ പിച്ചുമ്പയും പറഞ്ഞു. ഞങ്ങളുടെ ജീവിതം തകർക്കാൻ വന്ന പിശാചാണ് ഞാൻ എന്നൊക്കെ പറഞ്ഞു. അച്ഛൻ എന്നോട് ദേഷ്യം കൂടി. അതിന് കാരണവും രണ്ടാനമ്മയായ നിങ്ങളാണെന്നും പറഞ്ഞു. അവൻ അകത്തേക്ക് പോയി. കുറച്ചു കഴിഞ്ഞതും ഛർദ്ദിക്കുന്ന ശബ്ദം കേട്ടു. ഞാൻ നോക്കുമ്പോൾ അവൻ ആകെ വാള വെച്ച് ബോധം കെട്ടി കിടക്കുന്നു. ആകെ നനഞ്ഞിരുന്നു. മുറിയിൽ കൊണ്ടുപോയി വസ്ത്രങ്ങൾ ഊരിമാറ്റി അവനെ നല്ലപോലെ വൃത്തിയാക്കി. അവനൊന്നും കഴിക്കാതെയാണ് കിടന്നിരുന്നത്. ഞാനാണെങ്കിൽ കഴിക്കാൻ വേണ്ടി ഇരിക്കുമ്പോഴാണ് അവൻ കയറി വന്നത്. അതുകൊണ്ട് തന്നെ അവനെ കിടത്തിയ ശേഷം ഞാൻ നോക്കിയപ്പോൾ പഴം പഴുത്ത നല്ല മണത്തിലായിരുന്നു. ഞാൻ ആ പഴം കഴിച്ചത് വിശപ്പിന് ശമനം വന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ ബോധമില്ലാത്ത അവസ്ഥയിൽ അവൻ വിശക്കുന്നു എന്ന് വിളിച്ചു പറഞ്ഞു. അത് കേട്ട് ഞാൻ അടുക്കളയിൽ പോയി നല്ല ചൂടപ്പം കൊണ്ടുവന്ന് കൊടുത്തു. അവനത് കഴിച്ചു. കഴിഞ്ഞതും ബോധമില്ലാതെ പിന്നെയും കിടന്നുറങ്ങി. വൈകിട്ട് ഭർത്താവ് വന്നപ്പോഴും അവൻ്റെ അവസ്ഥ കണ്ട് എന്നോട് ചോദിച്ചു. പക്ഷെ ഞാനൊന്നും പറഞ്ഞില്ല. അവന് ചീത്ത കേൾക്കണ്ട എന്ന് കരുതി. പിറ്റേ ദിവസം കാലത്ത് എണീറ്റപ്പോഴാണ് എനിക്കുള്ള ബോധം വന്നത്. തലേദിവസം ഉണ്ടായ കാര്യങ്ങൾ മനസ്സിലേക്ക് ഓടിയെത്തിയത്. ഇതുവരെ ഇല്ലാത്ത ഒരു മനമാറ്റം ഞാൻ അവനിൽ കണ്ടു. അവൻ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു അച്ഛനെ കൊണ്ട് ചീത്ത കേൾപ്പിക്കാത്തതിന് നന്ദിയുണ്ടെന്ന്. മാത്രമല്ല മാത്രമല്ല ഇന്നലെ രാത്രി കഴിച്ച അപ്പവും എനിക്ക് ഒരുപാട് ഇഷ്ടമായി എന്ന്. എന്നിട്ട് എൻ്റെ മുഖത്ത് നോക്കി ചിരിച്ചു. പിറ്റേ ദിവസം അവൻ അവൻ്റെ 2 കൂട്ടുകാരുമായി വീട്ടിലെത്തി. എന്നിട്ട് എന്നെ പരിചയപ്പെടുത്തി. അവൻ അങ്ങനെ ചെയ്യുന്നത് പതിവില്ലായിരുന്നു. അവൻ പറഞ്ഞു ഇതാണ് എൻ്റെ രണ്ടാനമ്മ. അവൻ്റെ കൂട്ടുകാരനെ ശരിക്കും നോക്കി. അവരെക്കുറിച്ചാണോ നീ കുറ്റം പറഞ്ഞിരുന്നത്? അതെനിക്ക് പറ്റിയ തെറ്റാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. അവർ വളരെ നല്ല സ്ത്രീയാണ് എന്നും പറഞ്ഞ് തുടങ്ങി 2 കൂട്ടുകാരും അമ്മയുടെ അടുത്ത് വന്നിരുന്നു. എന്നിട്ട് അമ്മയോട് പറഞ്ഞു അമ്മ അവനെ രക്ഷിച്ച കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇന്നലെ അവൻ ഉണ്ടാക്കി കൊടുത്തതുപോലെ നല്ല ചൂടുള്ളപ്പോൾ ഞങ്ങൾക്ക് വേണം എന്ന് പറഞ്ഞ് അവരുടെ ബുദ്ധി കണ്ടപ്പോൾ എനിക്ക് ചിരിയാണ് വന്നത്. അടുക്കളയിൽ പോയി ഇന്നലെ ചുട്ടുകൊടുത്ത പോലെ തന്നെ 2 അപ്പം അവരുടെ കൂട്ടുകാർക്കും കൊടുത്തു. അവർ കഴിച്ചു. കൂടെ മകനും കൂടി. അതൊരു രസമുള്ള അനുഭവമായി മാറി. പിന്നീട് അത് കൂട്ടുകാർ മാറി മാറി വീട്ടിൽ വരാൻ തുടങ്ങി. ഞങ്ങൾ സൗഹൃദത്തിൽ വീട്ടിൽ നല്ലൊരു അന്തരീക്ഷം ഉണ്ടാക്കിയെടുത്തു. പക്ഷേ ഇതെല്ലാം അച്ഛൻ അറിയരുതെന്ന് അവൻ പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ഒന്നും അയാളെ അറിയിക്കാതെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയി. മകനും കൂട്ടുകാരുമായുള്ള കമ്പനി എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. എനിക്കത് നല്ലൊരു നേരം പോക്കായിരുന്നു. എൻ്റെ വീട്ടുകാരെയും എൻ്റെ ഭർത്താവിൻ്റെയും കൂടി സമയം ചെലവഴിക്കാൻ ഇഷ്ടപ്പെട്ടിരുന്നു. എന്നാൽ ഇപ്പോൾ അവനെയും അവൻ്റെ കൂട്ടുകാരെയും പഠിപ്പിക്കുമ്പോൾ കിട്ടുന്ന സന്തോഷവും സമാധാനവും ഞാൻ അറിഞ്ഞു. എൻ്റെ ക്ലാസ്സിൽ പഠിക്കാൻ അവർ ഓരോരുത്തരായി തിരക്കൂട്ടാൻ തുടങ്ങി. പുതിയ പുതിയ കൂട്ടുകാരുടെ എണ്ണവും കൂടി. അങ്ങനെ ഞാനൊരു ട്യൂഷൻ സെൻറ്റർ ആരംഭിച്ചതുപോലെയായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് പിള്ളേർ കുറവായിരുന്നെങ്കിലും പഠിക്കാൻ വരുന്നവർ നല്ല രീതിയിൽ തന്നെ പഠിച്ചുപോയി. അത്യാവശ്യം വിദ്യാഭ്യാസമുള്ളതിനാൽ ഒരു നല്ല രീതിയിൽ തന്നെ പറഞ്ഞു കൊടുക്കാനും എനിക്ക് സാധിച്ചു. അതിനുശേഷം ഞങ്ങൾ നല്ല സുഹൃത്തുക്കളായി. ഞങ്ങൾ ഇടവേളകളിൽ കളിയും ചിരിയുമായി കൂടി. ഇടയ്ക്കൊക്കെ കളിക്കണമെന്ന് തോന്നുമ്പോൾ ഞങ്ങൾ ഓരോ കളികൾ കളിക്കും. ഭർത്താവില്ലാത്ത എത്ര രാത്രികളിൽ അവനും ഞാനും കൂടി തമാശകളും മറ്റും പറഞ്ഞ് അങ്ങനെ രാത്രികൾ ചെലവഴിക്കും. പിന്നെ അവനെ ഞാൻ നല്ല രീതിയിൽ പല കാര്യങ്ങളും പഠിപ്പിക്കാൻ തുടങ്ങി. ആസ്വദിച്ച് ശ്രദ്ധിച്ച് പതിയെ ഞാൻ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കി അവൻ കൂട്ടുകാരെയും മെല്ലെ ഒഴിവാക്കാൻ തുടങ്ങി. ഒരു ദിവസം അപ്രതീക്ഷിതമായി അദ്ദേഹം വീട്ടിലേക്ക് കയറി വന്നു. ആ സമയം ഞാനും അവനും നല്ല രീതിയിൽ അവിടെ ഇരുന്ന് കളിക്കുകയായിരുന്നു. ഞങ്ങളെ കണ്ടതും അയാൾക്ക് ദേഷ്യമാണ് ഉണ്ടായത്. അമ്മയും മകനും ചിരിക്കാനും സന്തോഷിക്കാനും മാത്രം എന്താണ് ഉണ്ടായതെന്ന് ചോദിച്ച് അദ്ദേഹത്തിന് അനിഷ്ടമായി. എങ്കിൽ നീ നിന്റെ മകനുമായി ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകാൻ പറഞ്ഞു. പക്ഷേ ഇതെൻ്റെ അമ്മയാണെന്ന്. അതുകൊണ്ട് നിങ്ങൾ വേണമെങ്കിൽ ഇറങ്ങിപ്പോക്കാൻ പറഞ്ഞു. അത് കേട്ട് അച്ഛൻ പെട്ടെന്ന് ഞെട്ടിപ്പോയി. അമ്മയോട് തന്നെ ഒപ്പം നിൽക്കാൻ പറഞ്ഞെങ്കിലും അമ്മ എന്നെ ചേർത്ത് പിടിച്ചു. എന്നിട്ട് പറഞ്ഞു നിങ്ങൾ എൻ്റെ ആവശ്യങ്ങളൊന്നും നിറവേറ്റി തന്നിട്ടില്ല. ഇവരിൽ നിന്ന് കിട്ടുന്ന പലതും നിങ്ങളിൽ നിന്ന് ഇതുവരെയും കിട്ടിയിട്ടില്ല. അതുകൊണ്ട് എനിക്കെന്നും കൂട്ടെ ഒരു മകസ്ഥാനത്ത് മാത്രം മതി. നിങ്ങൾക്ക് ഈ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോകാം. അത് കേട്ട് തകർന്നു പോയി. അച്ഛൻ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയ ശേഷം ഞാനും അമ്മയും കൂടി ആ വീടിനുള്ളിൽ ഞാൻ ജീവിക്കാൻ തുടങ്ങി. കുറച്ച് നാളുകൾ കഴിഞ്ഞപ്പോൾ കേട്ടു അച്ഛൻ ഹൃദയാഘാതം വന്നു. പക്ഷേ അത് ഞങ്ങൾക്ക് ഒരു വേദനയായിരുന്നു. എന്നാൽ പിന്നെ അത് ഞങ്ങൾക്കൊരു ആശ്വാസമായി മാറുകയായിരുന്നു. ശേഷം ഞാനും അമ്മയും കുറേ കാലമായി ആഘോഷമായി ജീവിച്ചു. ഞാൻ കല്യാണം കഴിക്കാൻ താമസിച്ചു. പക്ഷേ അതിൻ്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് ഒരിക്കലും തോന്നുന്ന വിധത്തിലായിരുന്നു എൻ്റെ അമ്മയുടെ സ്നേഹം. അമ്മയുടെ വീട്ടുകാരും മറ്റും ഇടയ്ക്ക് വരുന്നത് നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യമാണ്. എല്ലാവരെയും പഠിപ്പിച്ച് ഞാനും അമ്മയും മാത്രമുള്ള ലോകത്തിലേക്ക് ഞങ്ങൾ ചുരുങ്ങി. ആ വീടുകളിൽ ഇപ്പോൾ ഏത് സമയവും ആഗ്രഹിച്ചെല്ലാം നേടിയെടുക്കാൻ കഴിയുന്ന ഒരു അമ്മയും മകനുമായി ജീവിതം ആഘോഷിക്കാനുള്ള തിരിച്ചറിഞ്ഞ് ഒരമ്മയും മകനുമായി ഞങ്ങൾ ഇന്നും നല്ല രീതിയിൽ തന്നെ നല്ല അറിവുകളും പങ്കുവച്ച് ജീവിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ മോട്ടിവേഷണൽ സ്റ്റോറി നിങ്ങൾക്ക് എല്ലാവർക്കും ഒത്തിരി ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾ മറന്നു പോകരുത്. അപ്പോൾ ഇതിലും നല്ല കഥകളുമായി നിങ്ങൾക്ക് മുന്നിലേക്ക് ഇനിയും വരുന്നതായിരിക്കും. അതുവരെയും ബൈ ബൈ ഫ്രണ്ട്സ്.